ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ റംസാൻ 2 ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ്. ഞാൻ അത്താഴത്തിന് നീറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ പറയുക, നീറ്റ് ലേറ്റായി പോയപ്പോൾ ബാങ്ക് കൊടുക്കാനായപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തരിക്കാച്ചി കൊണ്ടിരിക്കുകയാണ്. തരിക്കഞ്ഞ് പറഞ്ഞത് പള്ളിക്ക് തരിക്കഞ്ഞ് കൊടുക്കാണ്ടല്ലോ, അപ്പോൾ അത് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചത് പള്ളി കാണിച്ചത് ആണ് ഗൈസ്. നമ്മളെ വീടിൻ്റെ നേരെ മുന്നിലാട്ടോ പള്ളി. നമ്മളെ തരിക്കഞ്ഞും പത്തിരിയും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തരിക്കഞ്ഞൊക്കെ ഉമ്മയും കൂടെ കേട്ടോ തരിക്കഞ്ഞി ഉണ്ടാക്കിയത്. പത്തിരിയും കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറി നമ്മളിപ്പോൾ നേരെ ഉണ്ടാക്കിയുള്ളൂ. പത്തിരി നമ്മൾ നേരത്തെ ചുട്ടേക്കും. ലുഹറിന്റെ മുന്നായിട്ട് നമ്മൾ പത്തിരി ചുട്ടേക്കും. എന്താന്ന് വെച്ചാൽ നമുക്ക് തരിക്കഞ്ഞ് പള്ളിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് കൊണ്ട് നമുക്ക് നേരം കിട്ടൂല. വൈകുന്നേരം ഏതും കൂടി വൈകുന്നേരം നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല. നമ്മൾ രാവിലെ തന്നെ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പത്തിരി റെഡിയാക്കി വെക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കറികളും മറ്റു പരിപാടികൾക്കൊക്കെ കിടക്കട്ടോ. ഞാനിപ്പോൾ ചോറ് ഊറ്റാണ് കേട്ടോ. ഉമ്മ ചോറ് അരി അടുപ്പത്തിട്ട് പോയതായിരുന്നു. ഞാൻ ചോറ് ഊറ്റിയൊക്കെയാണ്. നമുക്ക് രാത്രിക്കൊക്കെ ചോറ് വേണം. നമ്മളിപ്പോൾ നോമ്പറക്കുമ്പോൾ ഫ്രൂട്ട്സും പൊരിച്ചകടിയും പത്തിരിയൊക്കെ ഉണ്ടെങ്കിലും രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉമ്മാക്ക് നിർബന്ധമാണ് ചോറ് വേണം. പിന്നെ ചോറിന് പള്ളിക്കത്തെ ഉസ്താദും ഉണ്ടാവും രാത്രി കഴിക്കാൻ. നമുക്ക് അത്താഴത്തിനും ചോറ് വേണം. നമ്മൾ പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യാൻ നിൽക്കൂല. നോമ്പ് തുറന്ന ക്ഷീണത്തിൽ എല്ലാവരും കെടുക്കാവില്ല. അപ്പോൾ നമ്മൾ ചോറ് നേരത്തെ ഉണ്ടാക്കി വെക്കും അത്താഴത്തിനുള്ളതും കൂടി. ചോറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം പൊരികടി ഉണ്ടാക്കാനായിട്ടോ. ഇന്ന് പൊക്കവടയും കിളിക്കൂടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പൊരികടി ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ ആദ്യം ഒരു കുക്കറിൽ 2 ഉരുളൻകിഴങ്ങ് ഞാൻ വേവിക്കാൻ വെച്ച്. നമ്മൾ കിളിക്കൂടിന് ഉരുളൻകിഴങ്ങ് വേവിച്ചുടച്ചത് ആവശ്യമുണ്ട്. അപ്പോൾ അത് ആദ്യം കുക്കറിൽ വെച്ച് എന്നിട്ട് ഞാൻ പൊക്കവടത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ ആദ്യം. നമ്മൾ പൊക്കവട വറുത്തെടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നൊക്കെ നമ്മൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല പൊങ്ങി വരും. നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും നമുക്ക്. പൊക്കവട ആണെങ്കിലും ഉള്ളിവട ആണെങ്കിലും പഴംപൊരി ആണെങ്കിലും നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. പൊക്കവടക്കാണെങ്കിൽ നമുക്ക് സവാളയും പച്ചമുളകും ഇനി ഇഞ്ചിയും കറിവേപ്പിലയും ചപ്പൊക്കെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം.
അപ്പോൾ പൊടിയായി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചപ്പും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിന് കടലപ്പൊടിയും പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, കുറച്ച് അപ്പസോഡയും ചേർക്കും കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള എൻ്റെ രീതിയിലുള്ള ഇതാട്ടോ പറയുന്നത്. എല്ലാവരും ഇതേപോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റൂല. ചിലവരും മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഒന്നും പൊക്കവടയിൽ ചേർക്കൂല. പക്ഷെ ഞാൻ ചേർക്കും. എനിക്കത് ഇഷ്ടമാണ്, എൻ്റെ വീട്ടിലുള്ളവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത്, ഇങ്ങനെ ഉണ്ടാക്കാത്തവരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നല്ല സ്പൈസി ആയിട്ടും നമ്മൾ ഒരുപാട് ചേർക്കരുത് പൊടികളൊന്നും, കുറച്ചീച്ച് ചേർക്കല്ലോ, നല്ല അടിപൊളിയായിട്ട് വരും. നമ്മളതൊക്കെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് വെള്ളം നല്ല ലൂസാക്കാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ നമ്മളത് അതും ഇതിന് മെയിനായിട്ടുള്ള കേട്ടോ. നമ്മൾ ഒരുപാട് ലൂസാക്കിയാലും നമുക്ക് പൊക്കവടായിട്ട് വരൂല, പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് റെഡി ആയി കിട്ടില്ല. നല്ല ടൈറ്റ് ആയാലും ഉള്ളു വേവാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതിയിൽ സെറ്റാക്കി എടുക്കാം. ഇതുപോലെ കിട്ടണം നമുക്ക്. നല്ല ടൈറ്റും അല്ല എന്നാൽ നല്ല ലൂസും അല്ല, അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആക്കി എടുക്കണം. നമുക്ക് ഇതൊരു 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി കിളിക്കൂടിന് വേണ്ട സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചപ്പൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതും പൊടി പൊടിയായിട്ടാണ് അരിയേണ്ടത്. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്കിത് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കിളിക്കൂട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യാം. നമ്മളതിൻ്റെ മസാല ഒക്കെ റെഡിയാക്കി ചൂടാറിയതിന് ശേഷം നമ്മളത് ഷേപ്പാക്കി എടുക്കട്ടോ. നമ്മൾ കട്ട്ലൈറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതിപ്പോൾ നമ്മൾ ഷേപ്പാക്കുന്ന പോലെ ഷേപ്പാക്കി എടുക്കാം. നമ്മൾ നന്നായി ഷേപ്പാക്കി എടുത്തതിന് ശേഷം അത് നമ്മൾ മുട്ടൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുക. നമ്മൾ മുട്ട ഇപ്പവും കുരുമുളകും ഇട്ട് മിക്സാക്കി വെച്ചാട്ടോ. എന്നിട്ട് നമ്മൾ പൊടിച്ച സേമിയയിലും ഇട്ടിട്ട് നമ്മൾ നല്ലോണം അതിലിട്ട് പൊതിഞ്ഞെടുക്കുക. അതുപോലെ നമ്മളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ 6:30ക്കൊക്കെ നമ്മളിത് വറുത്തെടുക്കുള്ളൂ കേട്ടോ.
അതിന്റെ ഇടയിൽ എനിക്കൊരു കോള് തന്നെ സംസാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടി പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടോ. പിന്നെ ഇനി കാവ ഉണ്ടാക്കാനുണ്ട്, പള്ളിയിലേക്ക് കൊടുക്കാനുള്ള കേട്ടോ കാവ. അത് ഇശാനസ്കാരത്തിന് ശേഷം കേട്ടോ അതിന്റെ ആവശ്യം വരിക. അപ്പൊ നമ്മളിപ്പോ തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പൊ നമ്മൾ വാങ്ങി കൊടുക്കണതിന്റെ 15 മിനിറ്റ് ആയിട്ട് അത് ഉണ്ടാക്കി വെക്കും കേട്ടോ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മളിത് അപ്പൊ പൊരിച്ചെടുത്ത് നമ്മളെ പൊക്കവട കിളിക്കൂടൊക്കെ നമ്മൾ വറുത്തെടുത്ത് എന്ത് നമ്മൾ പൊരിക്കലൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇപ്പം പാൻ കൊടുക്കാൻ കുറച്ച് സമയമുള്ള നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചു. ഫ്രൂട്ട്സും വെള്ളവും പൊരികടികളും പത്തിരിയും കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാൻ കൊടുക്കാൻ വേണ്ടി നോക്കിക്കോട്ടെ എല്ലാവരും. മാഷാ അല്ലാ. അപ്പം നമ്മൾ രണ്ടാമത്തെ നോമ്പുതറ അതോടെ കഴിഞ്ഞിരുന്നു. അപ്പം എൻ്റെ ഈ കുഞ്ഞ് നോമ്പുതറ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.